ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. ഇന്നത്തെ വളരെ ഗൗരവമേറിയ ഒരു ചർച്ചാ വിഷയമാണല്ലോ താരസംഘടനയായ അമ്മയിലെ തിരഞ്ഞെടുപ്പും അതിൽ വനിതകൾ നേടിയ ആധിപത്യവും. തീർച്ചയായും കേരളത്തിലെ എല്ലാവർക്കും സന്തോഷിക്കാനുള്ള ഒരു വക ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. താരസംഘടനയായ അമ്മയിലെ തെരഞ്ഞെടുപ്പിൽ പൊതുജനത്തിന് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നവരോട് 31 വർഷത്തെ സംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല, അമ്മ സംഘടനയുടെ ഭരണഘടന രീതി അനുസരിച്ച് ജനറൽ സെക്രട്ടറി താക്കോൽ സ്ഥാനമാണ്. അതും വനിതയെ തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി സ്ഥാനവും വനിതകൾ തന്നെ കൈയടക്കി. അതുകൊണ്ടാണ് വനിതാ ശാസ്ത്രീകരണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അഭിമാന നിമിഷങ്ങളാണ് എന്ന് മുകളിൽ സൂചിപ്പിച്ചത്. ഇതുപോലെ തന്നെ മറ്റു സംഘടനകളിലും വനിതാ സംവരണത്തിന് കാത്തുനിൽക്കാതെ പൊരുതി ശക്തി തെളിയിക്കാൻ, സ്ഥാനമാനങ്ങൾ പിടിച്ചെടുക്കുവാൻ വനിതാ സംഘടനകൾ തയ്യാറാവണം. വനിതാ സംഘടനകൾ എന്ന് പറഞ്ഞത് ഒതുങ്ങുന്നില്ല. ഈ രംഗത്ത്, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ വനിതകളും ഈ ഒരു ശൈലി തുടരുവാൻ തയ്യാറാവണം. എന്നാലേ ഈ സംവരണത്തിന് കാത്തു നിൽക്കാതെ തന്നെ സ്ഥാനമാനങ്ങൾ കൈയടക്കുവാൻ സാധിക്കുകയുള്ളൂ. സ്ഥാനമാനങ്ങൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു അലങ്കാരം മാത്രമല്ല, അത് നേടിയെടുക്കേണ്ടതുണ്ട്. എന്നാൽ തന്നെയാണ് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് വനിതാ സംഘടനകൾ ഇതിന് തയ്യാറാവണം എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നത്. അതിനുള്ള ആർജവത്തിൽ മുന്നിട്ടിറങ്ങണം എന്നാണ് വനിതാ സംഘടനയുടെ നേതാക്കളോടും പ്രവർത്തകരോടും ഓർമ്മിപ്പിക്കാനുള്ളത്. വാശിയേറിയ പോരാട്ടത്തിനാണ് ഇക്കുറി താരസംഘടനയായ അമ്മ സാക്ഷ്യം വഹിച്ചത്. ഹേമ കമ്മിറ്റി നമുക്കറിയാവുന്നത് പോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നുള്ള വിവാദങ്ങളും സംഘടനയിലെ പൊട്ടിത്തെറികൾക്ക് സംഘടനാ ഭരണസമിതി തന്നെ രാജിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 506 അംഗങ്ങൾക്കാണ് അമ്മ സംഘടനയിൽ വോട്ടവകാശമുള്ളത്. അതിൽ 298 പേരാണ് ഇക്കുറി വോട്ട് ചെയ്തത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എത്ര വോട്ടുണ്ട് എന്നതിലല്ല കാര്യം, സംഘടനയുടെ തലപ്പത്ത് ഇത്രയും സ്ത്രീ സാന്നിധ്യം എന്നതാണ് പ്രധാനം. തീർച്ചയായും നമ്മുടെ രാഷ്ട്രീയ സംഘടന എല്ലാവിധ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന വനിതാ സംഘടനയിലെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഒന്നിച്ചു ശ്രമിച്ചാൽ ഇത്തരം വിജയം അനായാസകരമായി നേടിയെടുക്കുവാൻ സാധിക്കും. അതിന് കൂട്ടായ സംഘടനാ പ്രവർത്തനം തന്നെയാണ് വേണ്ടത് എന്നതാണ് യാഥാർത്ഥ്യം. അല്ലാതെ വനിതാ സംവരണത്തിന് കാത്തു നിൽക്കാതെ കഴിവ് തെളിയിക്കുവാൻ എല്ലാവരും രംഗത്തിറങ്ങിയാൽ നടക്കാത്ത കാര്യം ഒന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് നൽകുന്ന പാഠവും. തീർച്ചയായും വനിതാ സംവരണത്തിന് കാത്തു നിൽക്കാതെ തന്നെ സംഘടനാ രംഗത്ത് സ്ഥാനമാനങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നല്ല ആർജവത്തോടു കൂടി തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന് സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും ഇത്തരം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് സംഘടന പിടിച്ചെടുക്കുവാൻ എന്ന് തന്നെ പറയാം. സ്ഥാനമാനങ്ങൾ തന്നെയാണ് സംഘടനാ പ്രവർത്തനത്തിന്റെ മുൻപന്തിയിൽ നിൽക്കാൻ സാധിക്കുകയാണ്. പ്രസിഡന്റ് ആവുക എന്നത് തന്നെയാണ് അതിന് ഏറ്റവും നല്ല സംഘടനാ പ്രവർത്തനം നടത്തുന്നതിന് ഏറ്റവും നല്ല പോംവഴി. ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യമല്ല പറയുന്നത്, മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും എത്ര ജില്ലാ പ്രസിഡന്റുമാരുണ്ടാവും, എത്ര സംസ്ഥാന പ്രസിഡന്റുമാരുണ്ടാവും? സംസ്ഥാന പ്രസിഡന്റുള്ള പാർട്ടി കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും സംസ്ഥാന പ്രസിഡന്റ് വലിയ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. വനിതാ സംഘടനയുടെ കാര്യം പോകട്ടെ, മറ്റുള്ള പൊതു നിലപാടാണ് നമ്മൾ പറയുന്നത്. പൊതു സംഘടനയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. വനിതാ സംഘടനയിലെ പ്രസിഡന്റ് വനിതകൾ തന്നെയാണ്. അതല്ല ഇവിടെ ഉദ്ദേശിച്ചത്. പൊതുരംഗത്ത് എല്ലാ സംഘടനകളും കൂട്ടായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ വനിതകൾ എത്ര പേരുണ്ട്? ഇല്ല, മുഖ്യധാരയിൽ വനിതകൾ ഇല്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അപ്പോൾ തീർച്ചയായും ഈ താരസംഘടനയായ അമ്മയുടെ ഈ വനിതകൾ കാണിച്ച ഈ ആർജവം
പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ നമ്മുടെ സുഹൃത്തുക്കളും ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും സ്ഥാനമാനങ്ങൾ പിടിച്ചെടുക്കുകയും വേണം. പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാനമാനങ്ങൾ തന്നെയാണ് സംഘടനാ പ്രവർത്തനത്തിന്റെ പ്രധാന ഘടകം. സ്ഥാനമാനങ്ങൾ ഇല്ലെങ്കിൽ സംഘടനയുടെ പിൻസീറ്റിലായിരിക്കും സ്ഥാനം. മുൻസീറ്റിൽ എത്തണമെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചേ തീരൂ. അത് കാഴ്ചവെക്കുവാൻ എല്ലാവരും ഇത് ഒരു മാതൃകയായി കണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ വനിതാ സംവരണം കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായും സംവരണമല്ല പ്രധാനം. നമ്മുടെ കഴിവുകൾ തെളിയിച്ച് സംഘടനാ രംഗത്ത് കൂടുതൽ ആർജവം കാണിക്കുക എന്നത് തന്നെയാണ് ഇതിന്റെ ഈ താരസംഘടനയുടെ തിരഞ്ഞെടുപ്പിൽ നിന്ന് നമുക്ക് നൽകുന്ന പാഠം. തീർച്ചയായും ഈ പാഠം സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും ഉൾക്കൊള്ളുവാനും ഇത്തരം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നേറുവാനും നമ്മുടെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് കൂടി ഈ അവസരത്തിൽ പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ്. തീർച്ചയായും ഈ താരസംഘടനയുടെ തിരഞ്ഞെടുപ്പ് കണ്ടപ്പോൾ, അതിലെ വിജയം കണ്ടപ്പോഴും അത് ഒന്ന് പറയണം, അത് ഒന്ന് ഉണർത്തണം ഒരു സന്ദേശം എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ. തീർച്ചയായും ഈ ചാനൽ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനോ ലൈക്ക് ചെയ്യാനോ ഉറപ്പിക്കുകയാണ്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി സന്ധിക്കും വരെ വണക്കം. നന്ദി, നമസ്കാരം.